The movement that started in the past, in the first century, is the reason for the working of churches right now in 2020. നമ്മെ ഈ ദിവസങ്ങൾ ചലിപ്പിക്കുന്നതും അന്നത്തെ ചലനം തന്നെയായിരുന്നു. The movement that happened in the first century is the reason for our life which is moving right now. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും ഒരു നാൾ. എൻ മനസ്സിൽ പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ ജയിക്കും ഒരു നാൾ. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും ഒരു നാൾ. എൻ മനസ്സിൽ പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ ജയിക്കും ഒരു നാൾ. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. Glory to the name of Lord. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം നിങ്ങളോട് അറിയിക്കുവാൻ ദൈവം തന്ന ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We are so delighted to share the gospel of God. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യകരമായൊരു പദവിയായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. We understand this situation as a lucky time in our life. കാരണം ദൈവവചനത്തിന് അത്രത്തോളം വിലയുണ്ട്. Because God's word have a great value. കർത്താവിന്റെ വചനത്തിന് നമുക്ക് വിലമതിക്കുവാൻ കഴിയത്തില്ല. We cannot give a particular value to the word of God. ദൈവവചനത്തിന് ചിലതിനെ ജീവിപ്പിക്കുവാൻ കഴിയും. The word of God can give life to many things. കർത്താവിന്റെ വചനത്തിന് ചിലതിനെ സൗഖ്യമാക്കാൻ കഴിയും. The word of God can heal something. അതുകൊണ്ട് തന്നെ അത് പറയുന്ന വ്യക്തികൾ ഭാഗ്യമുള്ളവരാണ്. So that those who share the word of God is also lucky. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളും ഭാഗ്യമുള്ളവരാണ്. Can I say one thing, that you are also a lucky person? കാരണം ദൈവവചനമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. Because what you are hearing right now is that great word of God. കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ഒരു ഭാഗം വായിക്കാം. Let us read a portion from the scriptures. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, The holy book of Acts, 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. chapter 1 verse 8. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: It is written that, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. But you shall receive power when the Holy Spirit has come upon you, and you shall be witnesses to me in Jerusalem and in all Judea and Samaria and to the end of the earth. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് മാത്രമല്ല നമ്മൾ സാക്ഷികളാകുന്നത്. When Holy Spirit come to us, we are not the witness only inside the home, rather we are also outside. നമ്മുടെ ദേശത്ത് മാത്രമല്ല നമ്മൾ സാക്ഷികളാകുന്നത്. We are not a witness inside a particular place. നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമല്ല നമ്മൾ ദൈവത്തിന്റെ സാക്ഷികളാകുന്നത്. We are just not a witness who is residing only inside a state. നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല നമ്മുടെ ദൈവത്തിന്റെ സാക്ഷികളാകുന്നത്. We are not becoming a witness just inside our country. ഭൂമിയുടെ അറ്റത്തോളം എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. Rather the word of God says that we will be the witness of God to the every end of the world. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരിടത്ത് നമ്മൾ ഒതുങ്ങിക്കൂടുകയല്ല.
When Holy Spirit come to our life, we are just not staying inside a particular limit. ഏത് രാജ്യത്തിലേക്ക് ദൈവം അയച്ചാലും അവിടെ പോകേണ്ടത് ആവശ്യം. When Holy Spirit sent us to share His gospel to any countries, ഏത് ഭാഷക്കാരുടെ അടുക്കൽ ദൈവം നമ്മെ അയച്ചാലും പോയേ മതിയാകത്തുള്ളൂ. when Holy Spirit sent us to people having many linguistic background also, we should share the gospel. മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയെല്ലാം നാം സാക്ഷികളാകണം. We should be the witness of God wherever human beings are residing. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. It is the will of God. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കും. When Holy Spirit come to our life, He will do supernatural things. ഒരുപക്ഷെ നാം വിചാരിക്കും നമ്മുടെ ഭവനത്തിൽ സാക്ഷിയാകുന്നത് നമ്മളെ കൊണ്ട് കഴിയും. Sometimes we think that we can be the witness of God in our home. നമ്മുടെ ദേശത്ത് യേശുവിൻ്റെ സാക്ഷിയാകുന്നത് നമ്മെ കൊണ്ട് കഴിയും. We can be a witness in our birthplace. പക്ഷേ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾക്ക് പോകാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. But we may doubt that is it possible to be a witness of God to the end of the world. പക്ഷേ നമ്മെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിലും പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കഴിയും. Even if we cannot do it, but through Holy Spirit we can do it. ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ When the apostles came together in the first century, അവിടെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. there the Holy Spirit came. വിവിധ ഭാഷക്കാർ വിവിധ ഭാഷയിൽ സംസാരിച്ചു. The people from many different linguistic backgrounds started speaking in different languages. അവർ മറ്റു ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ട് പരസ്പരം ആശ്ചര്യപ്പെട്ടു. They started wondering when they start speaking in different languages. പരിശുദ്ധാത്മാവ് അവിടെ കടന്നു വന്നപ്പോൾ വ്യത്യസ്തമായ ഭാഷകൾ അവിടെ കടന്നു വന്നു. When Holy Spirit came, there came many different languages. ആ ഭാഷകൾ അന്യഭാഷകൾ എന്ന് അറിയപ്പെട്ടു. Those languages later came to know as speaking in tongues. ആ ഭാഷകൾ വെറുതെ ഇരുന്നില്ല, ഒന്നാം നൂറ്റാണ്ടിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് അത് കാരണമായി തീർന്നു. Those languages became the reason for the growth of the church. എല്ലാവർക്കും മനസ്സിലായില്ല, പക്ഷേ അത് പരിശുദ്ധാത്മാവിനാൽ കടന്നു വന്നതത്രേ. It was not perceivable by everyone. പക്ഷെ അത് പരിശുദ്ധാത്മാവിനാൽ അത്രേ വന്നത്. But it was there because of Holy Spirit. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു ചലനം സൃഷ്ടിച്ചു. Therefore happened a movement. ആകയാൽ ആ ചലനം സഭയുടെ ചലനമായി തീർന്നു. So that movement became the movement for the church. ആ ചലനമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. That movement is what we are experiencing right now. ഈ കാലഘട്ടത്തിലും സഭകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. In this era also the churches are working. അന്ന് ആരംഭിച്ച ചലനമാണ് ഇന്ന് സഭകൾ പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്നത്. The movement that started in the past, in the first century, is the reason for the working of churches right now in 2020. നമ്മെ ഈ ദിവസങ്ങൾ ചലിപ്പിക്കുന്നതും അന്നത്തെ ചലനം തന്നെയായിരുന്നു. The movement that happened in the first century is the reason for our life which is moving right now. ഇന്നും അനേകർ അന്യഭാഷകൾ സംസാരിക്കുന്നു. Now also the people are speaking in tongues. പരിശുദ്ധാത്മാവ് അനേകിടത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. The Holy Spirit working in many places. അവിടെയെല്ലാം ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുകയാണ്. And the God is doing great things in those places. അതിന്റെ എല്ലാം പിന്നിൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. There is a reason for the Lord behind all these things. നിങ്ങളെല്ലാവരും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. You all will become the witness of God to the end of the world. ഒരു വാഹനം മുൻപിലേക്ക് ഓടണമെങ്കിൽ അതിന് ഇന്ധനം ആവശ്യമാണ്. A vehicle needs fuel for its running. ആകയാൽ ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. For a witness to form another witness, the Holy Spirit is needed. നമുക്ക് ഭൂമിയുടെ അറ്റത്തോളം സഞ്ചരിക്കണമെങ്കിൽ ഈ ശക്തി ആവശ്യമാണ്. We need the power of Holy Spirit
to travel to the end of the earth. ഈ ശക്തി നമുക്ക് ലഭിക്കുന്ന അനുസരിച്ച് നമുക്ക് ഒത്തിരി ദൂരം സഞ്ചരിക്കുവാൻ കഴിയും. As we get the power of Holy Spirit, we can travel to distant places. എത്ര ദൂരം ഒരു വ്യക്തി സഞ്ചരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. The Holy Spirit decides how long a person has to travel. നിങ്ങൾ എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മുൻപിലേക്ക് പോകാൻ കഴിയത്തില്ല. If you don't have the power of Holy Spirit, even if you have the health, you cannot move. നിങ്ങൾ മുമ്പിലേക്ക് ഗമിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തിയാകുന്ന ഇന്ധനം നിങ്ങൾക്ക് ആവശ്യമായിരിക്കുകയാണ്. If you need to travel, you need the fuel, that is the power of Holy Spirit. ആ ഇന്ധനം എത്രത്തോളം നമുക്ക് ലഭിക്കുന്നു അത്രത്തോളം ദൂരം നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. If we desire to travel long distance, then we need much quantity of fuel. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഇന്ധനം. Holy Spirit is our fuel. ഇന്ധനം കുറഞ്ഞു പോകരുത്. Don't let the fuel to low down. പരിശുദ്ധാത്മാവ് കുറഞ്ഞു പോകരുത്. Don't let the Holy Spirit to become less in quantity in your life. പരിശുദ്ധാത്മാവ് കുറഞ്ഞു പോയാൽ വണ്ടി നിന്നു പോകും. If the quantity of Holy Spirit in your life becomes less, then the vehicle which is your life will also get stopped. ഇന്ധനം കുറഞ്ഞു പോയാൽ വാഹനം നിന്നു പോകും. If fuel become lesser, then the vehicle will stop working. പരിശുദ്ധാത്മാവ് ഇല്ല എങ്കിൽ സാക്ഷ്യം നിന്നു പോകും. If there is no Holy Spirit, the witness will stop. പരിശുദ്ധാത്മാവ് ഇല്ല എങ്കിൽ മുൻപിലേക്ക് നമുക്ക് പോകാൻ കഴിയത്തില്ല. If there is no Holy Spirit, we cannot move forward. പരിശുദ്ധാത്മാവ് ഇല്ല എങ്കിൽ നമ്മുടെ യാത്ര വളരെ സാവധാനമായി പോകും. If there is no Holy Spirit in our life, then our traveling will be very slow. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. We cannot do anything without the Holy Spirit. പരിശുദ്ധാത്മാവാണ് സകലത്തിനും ആധാരം. The Holy Spirit is the agreement for everything. ആകയാൽ പരിശുദ്ധാത്മാവാണ് നമുക്ക് എല്ലാറ്റിനും ആവശ്യമായിട്ടുള്ളത്. Therefore, the Holy Spirit is the most wanted thing in our life. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കാമോ? Can you desire for Holy Spirit? ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. If you desire, you will get the Holy Spirit. നിങ്ങൾ ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവിനെ അവൻ തരും. If you desire for the Holy Spirit, the Lord will give you the Spirit of God. കർത്താവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. Let us expect for the Holy Spirit. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കാത്തിരിക്കാം. Let us wait in the presence of Lord. ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. May God fill you. ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. May God bless you. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? Let us pray together. ദൈവം വലുത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. The God desire to do great things for you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. The God desire to bless you. നമുക്ക് ഒരുമിച്ച് ശരണപ്പെടാം. Let us pray together. ഞങ്ങൾ അധികമായി സ്നേഹിക്കും പരിപാലിക്കുന്ന ദൈവമേ, എൻ്റെ സഹോദരങ്ങളെല്ലാവരും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളാകുമെന്നുള്ള സന്ദേശത്തെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുവാനിടയായി തീർന്നു. ഈ സന്ദേശം അവരുടെ ജീവിതങ്ങളിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാവർക്കും ഒരു പുതുബലത്തെയും പുതുശക്തിയെയും പുതിയ കൃപയെയും പുതിയ അനുഗ്രഹത്തെ ദൈവം അങ്ങ് നൽകി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. വീണ്ടും എബിശാലോം പ്രാർത്ഥിക്കും. Oh Lord, our Heavenly Father, thank you for giving this great opportunity to learn something from the Bible about your great Holy Spirit. Lord, thank you for filling your children with your Holy Spirit, those who are desiring right now. Lord, fill them with the fuel of the Holy Spirit, Jesus. Let this message be a great blessing for their life, for their family, for their children, for those who, everyone who is listening to us, Lord. Thank you for blessing this word as a great miraculous thing in their life. Thank you for hearing our prayer in Jesus' name. Amen. ആമേൻ.